ഫ്രണ്ട്സ് സ്റ്റോറിയുടെ ഹീറോയി ഒരു മുസ്ലിം ഗേൾ, പേര് മുംതാസ്, മുന്തു എന്ന് വിളിക്കും. ഓക്കെ, മുംതായുടെ മുന്തു. നമുക്ക് രണ്ട് നിക് നെയിമുണ്ട് ഹീറോയ്ക്ക്. ഹീറോയിൻ നെയിം മുംതാസ്. ഓക്കെ, ഹീറോ പാർക്ക് ജിമ്മി ഒരു ആക്ടറാണ്. ഹീറോ ആണ്. ഹീറോമാണും പിന്നെ ആഡലാണ്. നമുക്ക് സ്റ്റോറിയായിട്ട് പോവാം. എടി മോളെ എടി എന്ന് പറ്റുമോ, കുറച്ച് ഉറങ്ങട്ടെ. എടി മുംതാസ് എന്തുമ്മ ഇല്ല. എനിക്ക് രാവിലെ ആയി. എത്ര മണിയായി? 3 മണിയായി. എന്തുമ്മ 3 മണിയായ? പിന്നെന്താ വറക്ക്? എണീടി. ഹിമൻ്റെ ഒരു കാര്യം. ചെറിയ എണിക്കാം എന്നിട്ട് രാവിലെ അതെ എണിച്ചും 3 മണി എണിച്ചും എല്ലാ ജോലി കഴിഞ്ഞു. കുളിച്ച് അങ്ങനെ നിസ്കരിച്ചു എല്ലാം കഴിഞ്ഞു. എന്താ എന്ത് പറ്റിയടാ? അയ്യോ ഇവിടെ ഒരു കാര്യം. എന്ത് പറ്റി മമ്മി? അത് എനിക്ക് എന്ത് പറ്റി? അത് ഞാൻ ഇപ്പം എന്ത് പറ്റി? ഞാൻ സഹാനൻ്റെ ചായൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വരാട്ടാ ചായൻ്റെ വീട്ടിലേക്കാ? അതെന്തിനാ? ഇല്ലമ്മ, അവൾ വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. ശരി ഇത് കഴിച്ചോ അമ്മ. അത് ഇന്നെന്താ ഫുഡ്? ഇന്ന് പിണ്ടിയാ? പിന്നെന്താ ഉണ്ടാക്കാം? ഇന്ന് പിണ്ടിൻ്റെ കറിയും പിന്നെന്തിനാ കറി? പയറ് കറി. ഏത് വലിയ പയറാ ചെറിയ പയറാ? ചെറിയ പയർ. ശരി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു, ചായയെല്ലാം കുടിച്ചു. ഞാൻ കുറച്ച് ഉറങ്ങട്ടെ. അടിപ്പാവി, എനിക്ക് കോളേജിൽ പോകണ്ടേ? അത് മറന്നു പോയി ഇപ്പം എന്താ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുന്നത്. ശരി പോ. അങ്ങനെ ഹീറോ തേർഡ് ഇയർ ആണ് പഠിക്കുന്നത്. ഈ മമ്മി വഴക്ക് പറഞ്ഞ് എന്നെ ടെൻഷൻ ചെയ്യുക. അങ്ങനെ പറഞ്ഞു പോയിട്ട് ഇവിടെ ഇരുന്ന് എക്സാമല്ല. ഓർമ്മക്ക് പാതി ചെയ്തിട്ടല്ലോ. ഒരു ബുക്ക് മിസ്. അങ്ങനെ പാതി വരെ ഒന്നുണ്ട്. അങ്ങനെ ഫുള്ള് എല്ലാം ബുക്ക് കഴിഞ്ഞു. ഫോൺ വന്നു. ഹായ് ചായ. എന്താ പറ്റിയടി? നീ എവിടെയാണ് ഉള്ളത്? മച്ചി ഞാൻ വീട്ടിലാണ്. എടി മാത്സ് എഴുതിയോ? മാത്സ് ഓൾറെഡി എഴുതി കഴിഞ്ഞടി. ഫസ്റ്റ് മാത്സ് എഴുതിയത്. ഇപ്പം ഏതാ എഴുതിയുള്ളത്? വേറെ ഏതാ? ഏതടി എഴുതുന്നത്? ഇംഗ്ലീഷ് അടി. എന്ത് ഇംഗ്ലീഷ് എഴുതിട്ട്? ഇല്ലടി, പാതി എഴുതിട്ടുണ്ടായിരുന്നടി. അതാ ഇപ്പം എഴുതുന്നത്. ശരി അങ്ങനെ എല്ലാം കഴിഞ്ഞു. ടൈമായി. കുറച്ച് കുളിച്ച് ഫ്രഷായി. അതെ, ഇപ്പം സ്കൂൾക്ക് റെഡിയായി പോയി. 6 മണിക്ക് ഓടിപ്പോയി. 6 മണിക്ക് ഓടാ. അങ്ങനെ പോയി. അങ്ങനെ 6 മണിക്ക് പോയി. അങ്ങനെ അവിടുന്ന് ഫ്രണ്ട്സ് കൂടെ പോയി. അങ്ങനെ കോളേജ് നന്നായിട്ട് റൺ ചെയ്തേ. എടി മറ്റേ ഒരു കാരണം അതുകൊണ്ട് നമുക്ക് പുതിയ ടീച്ചർ വരാം. എന്ത് പുതിയ ടീച്ചറാ? അതെ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. വെരി ഗുഡ് മോർണിംഗ് സർ. എൻ്റെ പേര് ഇതാണ് എന്ന് പറയാൻ തുടങ്ങി. എന്തടി കാണാൻ നല്ല ഹാൻസം ആയിട്ടുണ്ടല്ലേ? ഇതാണോടി ഹാൻസം? ഇല്ലടി, ഈ സാറിനെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടടി മച്ചി. അതിനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സാറിന് കാണാം. എടി പേര് ഇർഷാദ് എന്ന പേരടി. സാറിനെ കാണാൻ നല്ല ഹാൻസം ഉണ്ടായിട്ടില്ലേ? കുട്ടികളെ, എൻ്റെ പേര് ഇർഷാദ് വിളിക്കുക സർ. അങ്ങനെ അതെ ഇംഗ്ലീഷ് സാറാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇംഗ്ലീഷ് സാറ് എവിടെ നിന്ന് പോയി? സർ എന്ത് പറ്റി സർ? ഇംഗ്ലീഷ് സാർക്ക് വയ്യ, അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഇംഗ്ലീഷ് സാർ ഞാനാണ്. ഇപ്പോൾ ചേഞ്ച് ചെയ്തു. അങ്ങനെ എത്രാമത്തെ പേജ്? സർ 4 5-ാമത്തെ പേജാണ് സാർ. 4-ാമത്തെ പേജാണ് എക്സാം നടന്നു. ശരി ഓക്കെ. അങ്ങനെ ബാക്കി ക്ലാസ്സെല്ലാം എടുക്കാൻ തുടങ്ങി. സാറ് യഥാർത്ഥം നോക്കിയാണ് സൈറ്റ് അടിക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ചായക്കൊരു ഡൗട്ട് വന്നു. ഈ സാറിൻ്റെ ശരിയില്ലല്ലോ ആള്. എവിടെ നിന്നാണ് നോക്കുന്നതെന്ന് നോക്കി. ഇവിടെ നോക്കുന്നതാ. ഇങ്ങനെ അപ്പോൾ മാറി. എന്താ ഞാൻ ചെയ്യുന്നത്? ചായ ഒന്നുമില്ല സാർ. ശരി അങ്ങനെ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞു. എടി നമുക്ക് പുറത്തു പോവാ. എടി ഇന്നും പേടുണ്ട്. പറഞ്ഞേക്കടി. ഇന്നോട്ട് ടീച്ചർ. ശരി ടീച്ചർ വന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ ഫുഡിൻ്റെ ടൈമാണ്.
ഉം, എന്താ പറയടി. ആ സാറില്ലേ ഇർഷ സാർ. ആ അതൊക്കെ ഇപ്പം എന്താ ആ സാറ് ഓൾറെഡി ശരിയില്ലടി. നിന്നെ വെച്ച് കണ്ണെടുക്കാതെ തിന്നിൻ്റെ മാതിരി നോക്ക്, അങ്ങോട്ട് നോക്ക്, യഥാർത്ഥക്ക് നോക്ക്. അങ്ങനെ യഥാർത്ഥം നോക്കാതെ അതെ അവ പറഞ്ഞത് ശരിയാ. സൈറ്റ് അടിക്കായിരുന്നു ഈ സാറ്. അയ്യോ ഈ സാറ് നോക്കുന്നത് ശരിയില്ല. എടി എനിക്ക് ഈ സാറിന് ഇഷ്ടമല്ല, പറഞ്ഞു കേൾക്കടി. ഈ സാറ് വെച്ച് കണ്ണെടുക്കട്ടെ, സൈറ്റ് അടിക്കാടി. ശരി ഓക്കെ നമുക്ക് പോവാം. അതിനായിട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. സാറ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഇങ്ങനെ ഡേയ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങി. ആ സൈഡ് ഇങ്ങനെ ഒരു ദിവസം സാർ വന്ന് പ്രപ്പോസ് ചെയ്യാം, എങ്ങനെ ഈ കുട്ടിയോട് സംസാരിക്കാൻ ചെയ്തു പ്ലാൻ ചെയ്തു സാർ ഇങ്ങനെ പറയുന്നതെന്ന് പ്ലാൻ ചെയ്തു. അപ്പോഴാണ് അതെ അപ്പോഴത്തെ ക്ലാസ്സിൽ ഒരു കുട്ടി അങ്ങനെ ക്ലാസ് പോയി സാർ സംസാരിക്കുക. അങ്ങനെ സാറ് വന്ന് സംസാരിക്കുമ്പോൾ സാർ എന്താ സാർ എന്താ വിളിച്ചത് എന്ന് ചോദിച്ചു. സാർ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു പോയി, ആക്ച്വലി ഐ എം ഞാൻ പ്രപ്പോസ് ചെയ്യാൻ ട്രൈ ചെയ്ത് തുടങ്ങി. അങ്ങനെയായിട്ട് ഫ്രണ്ട് വന്നു പൂജ വരെ പറയാൻ സാർ എന്ത് പറ്റി പൂജ? സാർ ഓൾറെഡി അവൾക്ക് ഫിയാൻസി ഉണ്ട് സാർ. ഇതായിട്ട് ആ ചെക്കൻ ഷോക്ക്. എന്താ ഫിയാൻസിയാ? അങ്ങനെയായിട്ടൊരു ചായക്ക് ഷോക്കായി. പൂജ പറയുന്നിട്ട് അതെ സാർ ഇവൾക്ക് ഫിയാൻസി ഉണ്ട്, സാർക്ക് അറിയില്ലേ സാർ? എന്താ ഫിയാൻസിയാ? അതെ സാർ ഇവന്മാരുടെ ഭയങ്കര ക്രഷാണല്ലോ സാർ. ഇവളെ പുറകിൽ കുറേ ബോയ്സ് എല്ലാം വന്നു പ്രപ്പോസ് ചെയ്തു. അത് മാത്രമല്ല സാർ നല്ല അടിയും മിടിയും കിട്ടിയിട്ടുണ്ട് സാർ. വേണേ ഇവൻ്റെ ഒരു കെട്ട് വെക്ക്, എന്താ പറയുക സത്യമാണോടാ സാർ? അങ്ങനെയായിട്ട് ആ ചെക്കൻ പറയാൻ തുടങ്ങി. അതെ ക്ലാസ്സിലെ ഒരു ബോയോ ചെക്കനുണ്ട്. അതെ സാർ ഞാൻ 2 കണ്ടിൽ കണ്ടു സാർ. ഇവളെ ഫിയാൻസി അടിക്കുന്ന കണ്ടത് സാർ. വേറെ ആരുമല്ല ചേട്ടാ, ഞാൻ എപ്പുറം ഒരു സീനിയർ സാർ. ഈ കോളേജല്ല ഒരു വേറെ കോളേജാ സാർ. അങ്ങനെയായിട്ട് അർജുൻ മുറിച്ചിട്ട് പറയാൻ തുടങ്ങി. അത് അർജുനായിരുന്നു. ശരി അങ്ങനെയായിട്ട് സാർ കുറച്ച് ഡൗട്ടായിരുന്നു. അങ്ങനെ സാർ അവിടുന്ന് പോയി. ശരി ഓക്കെ എങ്ങനെ ട്രൈ ചെയ്യാമെന്ന് സാർ അവിടുന്ന് പോയി. അങ്ങനെയായിട്ട് എങ്ങനെ എടി എന്തിനായിട്ട് ചുമ്മാ കളവ് പറ